ഇന്ന് നമുക്കൊരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. ആവിയിലാണ് കേട്ടോ അത് വേവിക്കുന്നത്. അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും മാത്രം മതി ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 4 എടുത്താൽ മതി. അപ്പോൾ 5 അച്ച് ശർക്കരയിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ശർക്കര മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ, കാരണം അതിൻ്റെ കല്ലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് ആ അളവിൽ തന്നെയാണ് തേങ്ങ ചിരവിയത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി കൈകൊണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് വരണം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. ഞാൻ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലുള്ളൊരു അരിപ്പേര് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക, അതുപോലെ ഇഷ്ടമുള്ള വലിപ്പത്തിലും ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമുക്കിനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നല്ല പോലെ ആവി വരുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ഹോളൊന്ന് സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പിലാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ആവി കൊള്ളിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഹെൽത്തി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാവുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.